ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. നിലമ്പൂരിലെ വനം കൊള്ളയിൽ നടപടിയുമായി വനം വകുപ്പ്. വനം കൊള്ള നടന്നതായി സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ട് നിലമ്പൂർ നോർത്ത് DFO ജില്ലാ കളക്ടർക്ക് നൽകി. KC അനുജത്തി തമ്പുരാട്ടി എന്ന ഇല്ലാത്ത ജന്മിയുടെ പേരിൽ ഉദ്യോഗസ്ഥ മാഫിയയുടെ സഹായത്തോടെ വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ചെന്ന വാർത്ത ന്യൂസ് മലയാളമാണ് പുറത്തുവിട്ടത്. അനുജത്തി തമ്പുരാട്ടിക്ക് പുള്ളിപ്പാടം, അകമ്പാടം, മമ്പാട് വില്ലേജ് പരിധികളിൽ ഭൂമിയില്ലെന്ന് പ്രാഥമിക പരിശോധനയിൽ കണ്ടെത്തിയെന്നാണ് DFOയുടെ റിപ്പോർട്ട്. റവന്യൂ സർവേ വകുപ്പുകളെ ഉൾപ്പെടുത്തി സംയുക്ത പരിശോധന നടത്തി സർക്കാർ അനുവദിച്ച രേഖകൾ റദ്ദു ചെയ്യണമെന്നും റിപ്പോർട്ടിൽ പറയുന്നു. വനം കൊള്ളയിൽ വിശദമായ അന്വേഷണത്തിന് ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തെയും രൂപീകരിച്ചു. ന്യൂസ് മലയാളം ബിഗ് ഇംപാക്ട്. ഇല്ലാത്ത ഭൂമിയുടെയും ഇല്ലാത്ത ജന്മിയുടെയും പേരിൽ നടന്ന വനം കൊള്ളയുടെ വിശദാംശങ്ങൾ ഇക്കഴിഞ്ഞ ദിവസമാണ് ന്യൂസ് മലയാളം പുറത്തുവിട്ടത്. ഏക്കറിലേറെ വനഭൂമിയാണ് ഉദ്യോഗസ്ഥ മാഫിയ സംഘത്തിന്റെ പിന്തുണയോടെ നിലമ്പൂരിൽ വനം കൊള്ളക്കാർ തട്ടിയെടുത്തത്. ന്യൂസ് മലയാളം പുറത്തു കൊണ്ടുവന്ന വാർത്തയിൽ ഇപ്പോൾ വനം വകുപ്പിന്റെ ആദ്യ നടപടി വന്നിരിക്കുന്നു. ലഭിച്ച പരാതിയിലെ വ്യാജ പട്ടയ ഉടമയെക്കുറിച്ച് നിലമ്പൂർ നോർത്ത് DFO നടത്തിയ പ്രാഥമിക പരിശോധനയിലാണ് ഭൂമി കൊള്ള നടന്നതായി കണ്ടെത്തിയത്. KC അനുജത്തി തമ്പുരാട്ടിയെ ജന്മിയാക്കി പട്ടയം നിർമ്മിക്കാൻ അവർക്ക് നിലമ്പൂർ താലൂക്കിലെ പുള്ളിപ്പാടം, അകമ്പാടം, മമ്പാട് വില്ലേജുകളിൽ ഭൂമി ഇല്ല എന്ന് കാണുന്നതായാണ് DFOയുടെ റിപ്പോർട്ടിലുള്ളത്. വ്യാജ രേഖ ചമച്ച് ഭൂമി കൈവശം വെച്ച് വരുന്നവരുടെ കയ്യിൽ നിന്ന് ഭൂമി തിരിച്ചുപിടിക്കാൻ നടപടി സ്വീകരിക്കാനും റിപ്പോർട്ടിലുണ്ട്. വ്യാജ പട്ടയം ഉപയോഗിച്ച് നേടിയിട്ടുള്ള സർക്കാർ രേഖകൾ പൂർണ്ണമായും റദ്ദാക്കി ഭൂമി വീണ്ടെടുക്കണമെന്നും DFO ജില്ലാ കളക്ടർക്ക് നൽകിയ റിപ്പോർട്ടിൽ വിശദമാക്കുന്നു. DFOയുടെ പ്രാഥമിക റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ വിവിധ വകുപ്പ് മേധാവികൾ അംഗങ്ങളായുള്ള പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു. ജില്ലാ കളക്ടർക്ക് പുറമെ തിരൂർ, പെരിന്തൽമണ്ണ സബ് കളക്ടർമാർ, നിലമ്പൂർ നോർത്ത്, സൗത്ത് DFOമാർ, ഭൂപരിഷ്കരണ വിഭാഗം ഡെപ്യൂട്ടി കളക്ടർ, മലിനീകരണ നിയന്ത്രണ വകുപ്പിലെ 2 എഞ്ചിനീയർമാർ, തദ്ദേശ സ്വയംഭരണ വകുപ്പ് അസിസ്റ്റന്റ് ഡയറക്ടർ എന്നിവരാണ് അന്വേഷണ സംഘത്തിലുള്ളത്. ഫീൽഡ് തല പരിശോധന നടത്തി റിപ്പോർട്ട് തയ്യാറാക്കലാണ് അന്വേഷണ സംഘത്തിന്റെ ചുമതല. അന്വേഷണം വേഗത്തിൽ പൂർത്തിയാക്കി ഭൂമി തിരിച്ചുപിടിക്കാനുള്ള നടപടിക്കാണ് സർക്കാർ നീക്കം. തട്ടിച്ചെടുത്ത വനഭൂമി സ്വന്തമാക്കി വെച്ചനുഭവിക്കുന്നത് ആരെല്ലാമാണ്? എങ്ങനെയാണ് വ്യാജരേഖകൾ നിർമ്മിച്ചത്? ഭൂമി കൊള്ളയ്ക്ക് ആരെല്ലാം കൂട്ടുനിന്നു? ഇതെല്ലാം കണ്ടെത്തുന്നതിൽ അന്വേഷണ സംഘത്തിന് വെല്ലുവിളി ഉണ്ടാകുമോ? വലിയ പേരുകൾ ഇനിയും പുറത്തു വരാനുണ്ട്. അതിനു പിന്നാലെയാണ് ന്യൂസ് മലയാളം വാർത്താ സംഘം. എന്തുതന്നെയായാലും ന്യൂസ് മലയാളം അന്വേഷണം തുടരുക തന്നെ ചെയ്യും. ശാന്തകുമാർ വെള്ളാലത്ത്, ന്യൂസ് മലയാളം, മലപ്പുറം. ശാന്തകുമാർ വെള്ളാലത്ത് നമുക്കിപ്പം തത്സമയമുണ്ട്. ശാന്തകുമാർ, ഈ ഇല്ലാത്ത ജന്മിയുടെ പേരിൽ വ്യാജ പട്ടയങ്ങൾ നിർമ്മിച്ച് 200 ഏക്കർ ഭൂമി കൈവശപ്പെടുത്തിയ വാർത്ത, അതാണ് ന്യൂസ് മലയാളം വളരെ ഗൗരവത്തോടുകൂടി പ്രേക്ഷകരിലേക്ക് എത്തിച്ചത്. അതിനിപ്പോൾ ഒരു നടപടി ഉണ്ടായിരിക്കുന്നു. എങ്ങനെയാണ് വനം വകുപ്പിന്റെ ഈ വിഷയത്തിലെ നടപടി? ഇപ്പൊ ശാന്തകുമാർ പറഞ്ഞ പോലെ തന്നെ വെല്ലുവിളികൾ ഏറെയാണ്. ഇതിന്റെ കാലഘട്ടം മുതൽ പരിശോധിക്കണം. ആരൊക്കെ ഇതിന് പിന്നിലുണ്ട്? എന്തൊക്കെ രേഖകൾ ഇവർ ഈ കള്ളമായി ചമച്ചു? ആരൊക്കെ ഇതിന് പിന്നിൽ പ്രവർത്തിച്ചു? ഇങ്ങനെ തുടങ്ങി ഒരു വലിയ മാഫിയെ കണ്ടെത്തേണ്ടതുണ്ട്. എങ്ങനെയാണ് വനം വകുപ്പിന്റെ ഓരോ നീക്കങ്ങളും? ശാന്തകുമാർ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. ഇത് ഒരു വലിയ മാഫിയ സംഘത്തിന്റെ തുടർ പ്രവർത്തനത്തിന്റെ ഭാഗമായി രൂപപ്പെട്ടതാണ് ഈ തട്ടിപ്പുകളെല്ലാം എന്ന് വ്യക്തമാവുന്നതാണ് ഈ രേഖകൾ പരിശോധിക്കുമ്പോൾ തന്നെ മനസ്സിലാകുക. അതാണ് നമ്മൾ ആദ്യം മുതൽ തന്നെ പറഞ്ഞിരുന്നത്. കാരണം അനുജത്തി തമ്പുരാട്ടി എന്ന് പറയുന്ന ഒരു വ്യക്തിയുണ്ട്. അവർ കോട്ടക്കൽ സ്വദേശിയാണ്. അവരെ വിവാഹം കഴിച്ചിരിക്കുന്നത് തൃശ്ശൂർ ചേർപ്പിലേക്കാണ്. ഇവരുടെ കോട്ടക്കലിലെ അഡ്രസ്സിലും ഒപ്പം തന്നെ ചേർപ്പിലേക്ക് തൃശ്ശൂരിലെ അഡ്രസ്സിലും എല്ലാം വ്യാജ പട്ടയം ഉണ്ടാക്കിയിട്ടുണ്ട്. പക്ഷേ ഈ വ്യക്തിക്ക് ഭൂമിയില്ല എന്നുള്ളതാണ് ഏറ്റവും വിചിത്രമായ സംഭവം. അതായത്
അനുജത്തി തമ്പുരാട്ടിക്ക് നിലമ്പൂർ വനമേഖലയിലോ അല്ലെങ്കിൽ നിലമ്പൂർ താലൂക്കിലോ എവിടെയും സ്ഥലമില്ല. അവർക്ക് സ്വന്തമായി ഭൂമിയുള്ളത് മറ്റൊരിടത്താണ്. ആ ഭൂമിയല്ല ഇവിടെ കച്ചവടം നടത്തുന്നത്. മറ്റൊന്ന്, ഇവരുടെ പേരിൽ വ്യാജമായി നിർമ്മിച്ച ഒരു ബ്രാഹ്മണ കുടുംബാംഗത്തിന്റെ പേരിൽ വ്യാജമായി നിർമ്മിച്ചിട്ടുണ്ടാക്കിയിട്ടുള്ള ഒരു പട്ടയം, ആ ഒരു ഒന്നിലധികം പട്ടയങ്ങളുണ്ട്. ആ പട്ടയങ്ങളെല്ലാം വലിയ തോതിൽ ഭൂമി ഏറ്റെടുത്ത് അല്ലെങ്കിൽ ഭൂമി കൈവശപ്പെടുത്തി അവ വിൽപ്പന നടത്തുന്നു. ഇത് കണ്ടെത്തുന്നത് അത്ര എളുപ്പമുള്ളതല്ല. കാരണം സർക്കാരിൻ്റെ രേഖകളിൽ ഇവയെല്ലാം കൃത്യമായുണ്ട്, എല്ലാ രേഖകളുമുണ്ട്. ഒരൊറ്റ നോട്ടത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ രേഖകളെല്ലാം ഉപയോഗിച്ച് സാധാരണ ഒരാൾ ഉപയോഗിക്കുന്ന അല്ലെങ്കിൽ ഒരാൾ കൈവശം വയ്ക്കുന്ന മുഴുവൻ രേഖകളും ഭൂമിയും എല്ലാം ഇവരുടെ പക്കലുണ്ട്. പക്ഷേ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഇങ്ങനെ ഒരു വ്യക്തി, ഇങ്ങനെ ഒരു ജന്മി ഇല്ലാതാണ്. ആരുടെ ഭൂമിയാണ് പതിച്ചു നൽകിയത് എന്നുള്ളതിന് മാത്രമാണ് ചോദ്യം വരുന്നത്. ആ ഭൂമിക്ക് അവകാശിയില്ല, അല്ലെങ്കിൽ ആ ഭൂമി ഇപ്പോൾ ഈ പട്ടയത്തിന്റെ ഉടമയല്ല, ഈ പട്ടയത്തിൽ പേരിൽ കാണുന്ന ആളുടെ ഉടമസ്ഥതയിലുമല്ല. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. അത് തന്നെയാണ് നിലമ്പൂർ നോർത്ത് DFOയ്ക്ക് ലഭിച്ച ഒരു പരാതിയുടെ അടിസ്ഥാനത്തിൽ അവർ പ്രാഥമികമായ ഒരു പരിശോധനയിൽ കണ്ടെത്തുകയും ചെയ്തിട്ടുള്ളത്. അതിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ മറ്റ് എല്ലാ രേഖകളുമുണ്ട്. ആ രേഖകൾ എല്ലാം ആധികാരികമാണ് എന്ന് പറയാം. പക്ഷേ ആ ആധികാരിക രേഖകൾ ഉണ്ടാക്കിയിട്ടുള്ളത് കൃത്രിമമായിട്ടാണ്, അല്ലെങ്കിൽ വ്യാജരേഖകൾ ചമച്ചാണ്. അതാണ് ഇപ്പോൾ നിലമ്പൂർ നോർത്ത് DFO കണ്ടെത്തിയിരിക്കുന്നത്. അത് തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർക്ക് റിപ്പോർട്ട് നൽകിയിരിക്കുന്നത്. ആ റിപ്പോർട്ടിൽ കൃത്യമായി പറയുന്നുണ്ട്, ഇത് വ്യാജമായി നിർമ്മിച്ചതാണ്. ഈ ഭൂമി പൂർണ്ണമായും തിരിച്ചു പിടിക്കുക തന്നെ വേണം. ഇത് സർക്കാരിൻ്റെ ഭൂമിയാണ്. ഇതിന് വനം വകുപ്പിൻ്റെയും അതുപോലെ തന്നെ റവന്യൂ വകുപ്പിൻ്റെയും സർവേ വകുപ്പിൻ്റെയും മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണം, ഒരു കൃത്യമായ ഒരു പരിശോധനയാണ് വേണ്ടത്. ആ പരിശോധനയുടെ മാത്രമേ ഇവ കണ്ടെത്താൻ കഴിയുള്ളൂ. അത് മനസ്സിലാക്കി തന്നെയാണ് ഇപ്പോൾ ജില്ലാ കളക്ടർ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ രൂപീകരിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഒരു SIT തന്നെ രൂപീകരിക്കുന്നു. ജില്ലാ കളക്ടറുണ്ട്, അതിനകത്ത് മറ്റ് 2 സബ് കളക്ടർമാർ, അതായത് 3 IASകാരും 2 IFSകാരും ഉൾപ്പെടുന്ന ഒരു 8 അംഗ സംഘത്തെ, ഒരു അന്വേഷണ സംഘത്തെ കൂടി ഇതിൽ നിയമിച്ചിട്ടുണ്ട്. ആ അന്വേഷണ സംഘമായിരിക്കും ഇനി തുടർ അന്വേഷണം നടത്തുക. അവർ വിശദമായ പരിശോധന നടത്തി വിവിധ വകുപ്പുകളെ ഏകോപിപ്പിച്ചുകൊണ്ട് ആവശ്യമായ വിശദമായ പരിശോധന നടത്തി ഈ ഭൂമി തിരിച്ചു പിടിക്കുന്നതിനുള്ള ശ്രമത്തിലേക്ക് തന്നെയാണ് ഇനി ഇവർക്ക് എത്താൻ കഴിയുക. പക്ഷേ ഇവയെല്ലാം കൈവശം വെച്ചിരിക്കുന്ന വമ്പന്മാരാണ്, വൻ സ്റ്റോക്കുകളാണ്. ഇവരിൽ നിന്ന് എങ്ങനെ ഈ ഭൂമിയെല്ലാം ഏറ്റെടുക്കാൻ ഈ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് കഴിയും എന്നുള്ളത് നമുക്ക് കണ്ടറിയേണ്ടതാണ്. കാരണം വലിയ രാഷ്ട്രീയ സ്വാധീനം ഇതിന് മുകളിലുണ്ടാവും. അവയെല്ലാം അവയ്ക്ക് മുകളിൽ പോയി അന്വേഷണ സംഘത്തിന് വെല്ലുവിളികൾ ഏറെയാണ്. അപ്പൊ ആ വെല്ലുവിളികളെയൊക്കെ അതിജീവിച്ച് നമ്മൾ ഈ എപ്പോഴും പറയില്ലേ പ്രിയപ്പെട്ട പ്രേക്ഷകർ, ഒരു വലിയ മഞ്ഞുമലയുടെ ചെറിയൊരു അറ്റം മാത്രമാണ് പുറത്തു വന്നത്. അങ്ങനെയുള്ളൊരു സംഭവമാണ് ഇതൊരു വലിയ കൊള്ളയുടെ ചെറിയ വിവരമാണ് വന്നത്. ഇതിന് പിന്നിലേക്ക് പോയാൽ ഇതിലും വലിയ കൊള്ളകളൊക്കെ അവിടെ നടന്നിട്ടുണ്ടാകാം. അപ്പോൾ അതുകൊണ്ട് തന്നെ അന്വേഷണ സംഘത്തെയൊക്കെ സംബന്ധിച്ച് ഇത് വലിയൊരു ടാസ്ക് കൂടിയാണ് അവർക്ക്.